ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തോരനാണ്. വെണ്ടക്ക ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഒരു 15 വെണ്ടക്ക നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം തന്നെ ചീഞ്ചട്ടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കടുകിട്ടിട്ട് കടുക് നന്നായി പൊട്ടിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു നുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരേക്കും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയുള്ളി അരിഞ്ഞതാണ്. ഞാനിപ്പോൾ ഇവിടെ 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതാ ഈ പൊടികളിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കണം. ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴന്നിട്ട് വരുന്നവരേക്കും നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ വെണ്ടയ്ക്ക ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ അരിഞ്ഞെടുത്തിട്ടുള്ള വെണ്ടയ്ക്ക നമുക്കിതാ ഇവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളും ചെറിയുള്ളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കാം. വെണ്ടയ്ക്കയിൽ ഓൾറെഡി ഒരു കൊഴുപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്കതിലേക്ക് വെള്ളം ചേർക്കാതെ ആവിക്ക് വെച്ച് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ആവിക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. വെണ്ടയ്ക്കയിൽ ഇത് കൊഴുപ്പ് കാണുമെങ്കിലും നമുക്കിത് ശരീരത്തിന് ഒരിക്കലും ഹാംഫുൾ ആവുന്ന കൊഴുപ്പല്ല. കാരണം ഷുഗർ പേഷ്യൻറ്റിനും കൊളസ്ട്രോൾ പേഷ്യൻറ്റിനൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഈ വെണ്ടയ്ക്കയുടെ ഉപ്പേരി എന്ന് പറയുന്നത്. വെണ്ടയ്ക്കയിലെ ഈ കൊഴുപ്പ് വളരെയധികം നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി മാത്രമേ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതാ അതിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള വെണ്ടയ്ക്ക തോരനാണ്. ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.